ഹലോ, നമ്മളിന്ന് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹെയർ കേൾ ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. ഞാൻ ചെയ്യണ രീതിയാണ് അത്ര പെർഫെക്റ്റ് രീതിയാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ട്രിപ്പ് പോകണതിന് മുമ്പായിട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫൈനൽ എത്ര ദിവസം ഇത് നിന്നൊക്കെ ഉള്ളത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഹെയറിൽ സ്റ്റൈൽ ചെയ്യുന്ന ആട്ടോ നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഉള്ള ഹെയറിൽ ചെയ്യണേക്കാട്ടിലും ക്ലീൻ ഹെയർ ആണ് ഓൾവേസ് നല്ലത്. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്ത് മാസ്ക് കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ വെള്ളമൊക്കെ അങ്ങ് അബ്സോർവ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 60% 50% എങ്ങാനും വെറ്റ്നെസ് ഉണ്ടാവുമായിരിക്കും. എന്നാലും ഇങ്ങനെ ഡ്രിപ്പിംഗ് വെറ്റല്ല. നമ്മളിങ്ങനെ സ്റ്റൈലിങ് ചെയ്യുമ്പോഴേക്കും ഡ്രിപ്പിംഗ് വെറ്റായിരിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ഇച്ചിരി കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഒലാപെക്സിൻ്റെ ഈ ലീവ് ഇൻ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഈ ഒരു സിറം മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുടി കുറച്ച് ദിവസം നല്ലതായിട്ട് കിടക്കണം എന്നൊക്കെ ഉള്ളപ്പോഴാണ് ഇത് തമ്മിൽ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതായാലും മതി. ഈ ഉണ്ടല്ലോ ലീവ് ഇൻ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഹെയർ ഭയങ്കരമായിട്ട് മാറി. നിങ്ങളുടെ ഇങ്ങനെ ഭയങ്കര ചകിരി പോലെയുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലിവ് ഇൻ ക്രീംസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര ചേഞ്ചസ് നമുക്ക് ഹെയറിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാൻഡ്സ് ഭാഗത്തോട്ട് അപ്ലൈ ചെയ്യാണ്. നിങ്ങളിത് സ്കാൽപ്പിൽ ഇടരുത് കേട്ടോ. സ്കാൽപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രാൻഡ്സ് ഏരിയയിൽ മാത്രം ഇടാം. എന്നിട്ട് എപ്പോഴും നമ്മുടെ താഴത്തെ പോർഷനിൽ നിന്നിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങാം നിങ്ങൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു ഡൈസൻ്റെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുന്ന ഈ ഒരു ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കാറ്റ് വരും. പിന്നെ ഇത് കുറച്ച് കുറവ് ഡാമേജിങ് ആണെന്നാണ് പറയണേ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ ബാക്കിയുള്ളത് കൂടിയിട്ട് ഡ്രൈ ആക്കണേ. നമ്മൾ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോഴേക്കും വെള്ളമുള്ള മുടിയുമ്മൽ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാകുമ്പോൾ മുടി സ്ട്രെയിറ്റ് ആകുകയും ചെയ്യും, എന്നാൽ ഡ്രൈ ആവുകയും ചെയ്യും. നമ്മൾ ഡ്രയർ യൂസ് ചെയ്യില്ലേ, അതിന് പകരമായിട്ടാട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹെയർ ഒന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾ ആരെങ്കിലും ഡൈസൺ മേടിക്കാൻ നിൽക്കുന്നുണ്ട്, റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുട്ടി റിവ്യൂ ആയിട്ട് പറയാം. നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ ഡൈസൺ അത്ര കൊണ്ട് വർക്ക് ചെയ്യില്ല കേട്ടോ. കുറച്ചൊക്കെ നേരം മാത്രമാണ് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ മുടിയിലാണെങ്കിലും കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മുടി നല്ലോണം ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മുടി ഞാൻ നടുക്കുന്ന് ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഓരോ ഭാഗമായിട്ട് എടുത്ത് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാണ്. എപ്പോഴും നിങ്ങൾ കേൾ ചെയ്യണേ മുമ്പായിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് കേൾസ് വരികയും ചെയ്യും. ആ കേൾസ് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇവൻ്റൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യണമെന്നില്ല. കുറച്ച് നീറ്റ് ലുക്ക് വരാനാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നർ നല്ലതാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ മുടി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. സ്ട്രെയിറ്റ് ചെയ്യുകയാണെങ്കിലും കേൾ ചെയ്തിടാണെന്നുണ്ടെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങളുടെ തിന്നായിട്ടുള്ള ഹെയർ ഉള്ളവർ ഈ ഒരു ഐക്കോണിക്കിൻ്റെ ഈ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യരുത് കേട്ടോ. തിന്നായിട്ടുള്ളവരുടെ മുടിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ടുള്ള ഹെയർ ആണ്, കേളി കോയിലി ഹെയർ ആണ്, വേവി ഹെയർ ആണ്, മൊത്തത്തിൽ തിക്നെസ് ഉള്ള മുടിക്ക് ഈ ഒരു സ്ട്രെയിറ്റ്നർ നല്ലതായിരിക്കും. കാരണം ബാക്കിയുള്ള സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്താൽ ഒത്തിരി നേരം ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ലല്ലോ. ഇതാകുമ്പോൾ ഒത്തിരി നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഒരുപാട് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ ഞാനിത് റാൻഡംലി ആണ് കേട്ടോ എടുത്ത് സ്ട്രെയിറ്റ് ചെയ്യണത്. ഇത് കുറച്ചും കൂടി ടൈമൊക്കെ എടുത്ത് ഓരോ വകച്ചിലെടുത്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യണത്. എനിക്ക് നെക്സ്റ്റ് ഡേ ട്രിപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചറപറ ചെയ്യാം. എൻ്റെ പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ പാക്കൊക്കെ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു അത്യാവശ്യം നന്നായിട്ട് എന്നാൽ പെട്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിറ്റനിങ് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഒരു സൈഡിലെ മുടി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടത്. കാരണം നമ്മൾ കേൾ ചെയ്യുമ്പോഴേക്കും മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വരാതിരിക്കാനായിട്ടോ. ഒരു പൊട്ട ക്ലിപ്പാണ് ഇട്ടോ വെച്ചേക്കണം. നല്ല ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ കണ്ടോ എൻ്റെ മുടിയുടെ ഉൾഭാഗത്തൊന്നും ആയിട്ടില്ല. കാരണം ഞാൻ പുറമെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അകത്ത് ഭാഗത്തൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പിന്നെ നിങ്ങളെപ്പോഴും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴേക്കും 1 ഇഞ്ചോ 2 ഇഞ്ചോ വിട്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ സ്ട്രെയിറ്റ്നർ എടുത്തിട്ട് സ്ട്രെയിറ്റ്നർ നോർമലി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ്നറിൽ ഇങ്ങനെ മുടി ചുറ്റിയതിന് ശേഷം ആ മുടി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ നെക്സ്റ്റ് മുടി ചെയ്യുമ്പോഴേ കാണിച്ചു തരാം കേട്ടോ. ബേസിക്കലി നിങ്ങളുടെ ലോങ് ഹെയർ ആണെങ്കിൽ തുമ്പ് ഭാഗമാണ് കേട്ടോ നന്നായിട്ട് കേളായി വരുള്ളൂ.
മേള് ഭാഗം മുതൽ കേളായി വരണമെങ്കിൽ അത്രയും ചെയ്യണം. പക്ഷെ എനിക്കിങ്ങനെ പിടിച്ച് ചെയ്യാനായിട്ട് ഇത്തിരി പാടായിരുന്നു. കണ്ടോ ഇങ്ങനെ മുടി ഇങ്ങനെ നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ചെയ്യണ പോലെ എടുക്കുക. എന്നിട്ട് ആ സ്ട്രെയിറ്റ്നർ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് അത് കണ്ടോ ഇങ്ങനെ താഴത്തോട്ട് പതുക്കനെ വലിക്കണം. സ്പീഡിൽ വലിക്കല്ലേ. സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ കേൾസ് വരില്ല. പതുക്കനെ വേണം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനായിട്ട്. കണ്ടോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു കേൾസ് തുമ്പിൽ കേൾസ് ഫോം ചെയ്യും. ഇനി മേളിൽ കേൾസ് വേണമെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ്നർ തന്നെ മേളിൽ ഒന്നും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ 2-3 മെത്തേഡ്സിൽ കാണിക്കുന്നുണ്ട്. ഞാനിത് ഏതൊക്കെ രീതിയിൽ ചെയ്ത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ രണ്ടാമത് കാണിച്ചില്ലേ ആ മെത്തേഡ്, തുമ്പ് മാത്രം കേളായി വരുന്നതാണ് ചെയ്യണത്. കാരണം എനിക്ക് തുമ്പാണ് കേൾസ് വരുന്നത് ഇഷ്ടം. കണ്ടോ രസമില്ലേ ആ ഒരു കേൾസ് ഒന്നൊക്കെ കാണാൻ. ഇനി നിങ്ങൾക്ക് മേള് മുതലേ വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഇങ്ങനെ ചുരുട്ടി എടുത്താൽ മതി. അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ആ ഒരു സ്ട്രെയിറ്റ്നർ മെഷീൻ ട്വിസ്റ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് പൊള്ളുമോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ തുമ്പിൽ മാത്രമായിട്ടാണ് ചെയ്തത്. പിന്നെ ആ മേൽഭാഗത്ത് വേണമെങ്കിൽ ഇങ്ങനെ മേൽഭാഗത്ത് പിടിച്ചിട്ട് അവിടെ ഒന്നും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതിപ്പോൾ ഞാൻ ഫുള്ള് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗം മാത്രം ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേൾസ് വരും. അപ്പോൾ അങ്ങനെ 2 സെഷനായിട്ട് നമുക്ക് ഒരു മുടി തന്നെ 2 സെഷനായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഇത്രയും ഹീറ്റിംഗ് പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് യൂസ് ചെയ്യുക കേട്ടോ. അതിന് പകരമാണ് ഞാൻ സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനകത്ത് ലോറിയലിൻ്റെ സിറം എടുത്തില്ല, അതിനകത്തൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൂടി യൂസ് ചെയ്തിട്ട് വേണം ഇത്രയും ഹീറ്റ് മുടിയിൽ കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയി പോകും. ഇത് ഞാൻ കിടന്നങ്ങ് ബലം പിടിച്ച് ചെയ്യുന്നല്ലേ. ഇത് നിങ്ങൾ 1-2 തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും എളുപ്പമായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ പൊതുവേ ഈ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് കേൾ ചെയ്യാറില്ല. കേൾ ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത്. ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ കേൾ ചെയ്ത് നോക്കിയിട്ടോ. ഇതിപ്പോൾ ഞാൻ ധൃതിക്ക് ചെയ്തുകൊണ്ടാണ് അത്രയും എനിക്കിങ്ങനെ വീഡിയോയിൽ അത്ര രസമായിട്ട് കാണാതെ. പക്ഷേ റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. റിസൾട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ നിങ്ങളങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മുടി ഫുള്ളായിട്ട് അങ്ങനെ കേൾസ് കിട്ടും, തുമ്പ് മാത്രം അല്ലാണ്ട്. കണ്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും പിന്നെ ഞാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കേൾ ചെയ്യണമെങ്കിൽ എല്ലാ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് കേൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്ട്രെയിറ്റ്നർ ഇതേപോലത്തെ തിന്നായിട്ടിരിക്കണം. അതുപോലെ ഉരുണ്ടിട്ടുള്ള ഷേപ്പിലും ആണെങ്കിലാണ് സ്ട്രെയിറ്റ്നർ നല്ലോണം കേൾസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി സിറം എടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എനിക്കുണ്ടല്ലോ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഹെയർ കേൾ അയക്കണം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി ലെഫ്റ്റ് സൈഡിനെക്കാട്ടിലും. കുറച്ചുകൂടി ഭംഗിയായിട്ട് കുറച്ചും കൂടി രസമില്ലേ ആ ഒരു സൈഡ് മറ്റേ സൈഡിനെക്കാട്ടിലും രസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫൈനലായിട്ട് കാണിച്ചു തരാം. എനിക്കിത് നെക്സ്റ്റ് ഒരു 2-3 ദിവസം വരെ ഇത് നന്നായിട്ട് കേളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 days ഒക്കെ കഴിഞ്ഞപ്പോൾ കേൾസ് ഒന്ന് ലൂസൺ ആവാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഫ്രിസ് ആവാൻ തുടങ്ങി. ഞാൻ പോയിരുന്ന സ്ഥലം കുറച്ചിങ്ങനെ ചൂടുള്ള സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചിങ്ങനെ മുടി ഫ്രിസ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ ഹെയർ പിന്നെ വാഷ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇത് അത്രയും ദിവസം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്തു. സിറോ ഇല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ ഇടുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് മുടി ചീക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മുടി ചീവിയിട്ടുണ്ടെങ്കിൽ കേൾസ് പോവില്ല കേട്ടോ. നമ്മുടെ മറ്റേ കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയ്തത് പോകത്തില്ലേ. ഇതുണ്ടല്ലോ ഇത് 2ാമത്തെ ദിവസത്തെ ഹെയർ ആണ് കേട്ടോ. കേൾസ് അത്ര കണ്ടങ്ങനെ പോയിട്ടില്ലല്ലോ. ഭയങ്കര നല്ല രസമായിട്ട് കിടക്കുകയും ചെയ്ത് നല്ല കണ്ടിങ്ങനെ തിളങ്ങി. ആ ചെയ്തതിനെക്കാട്ടിലും എനിക്ക് നെക്സ്റ്റ് ഡേയ്സിൽ ഉള്ള മുടിയാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.